ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ CUT എക്സാമിന്റെ സബ്ജക്ട് സെലക്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പാർട്ട് 2 വീഡിയോ വാച്ച് ചെയ്യാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത് ഈ 37 സബ്ജക്ട്സുകളിൽ 5 എണ്ണം എന്ന് പറയുന്നതിൽ CUT നിയമപ്രകാരം നമ്മൾ പഠിക്കാത്ത വിഷയങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു യൂണിവേഴ്സിറ്റി പറയാണ് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് ഒരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു കുട്ടിക്ക് അഡ്മിഷൻ തരണമെങ്കിൽ ഈ കുട്ടി എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ 11ലും 12ലും പഠിച്ചത് തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ പ്രോബ്ലമായി. ദാറ്റ് മീൻസ് ഇവിടെ ജനറൽ എലിജിബിലിറ്റി കണ്ടീഷൻസും ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കണ്ടീഷൻസുമായിട്ട് ഒരു കോൺട്രഡിക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ എന്താണെന്നും അത് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ CUTയുടെ ത്രൂ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻസ് നേടാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ, ഏതൊക്കെ കോഴ്സുകളിൽ നമ്മൾ അഡ്മിഷൻസ് നേടാൻ ആഗ്രഹിക്കുന്നു അതിനെ ബന്ധപ്പെടുത്തി വേണം ഈ 5 വിഷയങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ. ഈ 37 എണ്ണത്തിൽ നിന്ന് നമുക്കൊരു 13 എണ്ണം ലാംഗ്വേജസും 13 ലാംഗ്വേജസിനകത്ത് ഇംഗ്ലീഷും കിടപ്പുണ്ട്. പിന്നെ വരുന്നത് 23 ഡൊമൈൻ സബ്ജക്ട്സുകളാണ്. ഈ ഡൊമൈൻ സബ്ജക്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള വിഷയങ്ങളെയല്ല. അങ്ങനെ ഡൊമൈൻ സബ്ജക്ട്സുകളിൽ 23 കിടപ്പുണ്ട്. പിന്നെ വരുന്ന ഒരെണ്ണം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിൽ നിന്നാണ് നിങ്ങൾ ടോട്ടലി 5 എണ്ണം പിക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ആ പിക്ക് ചെയ്യുന്ന പ്രോസ്പെക്ട്സിലേക്ക് നമുക്കൊന്ന് ഡയറക്റ്റ്ലി പോകാം. ഈ ഒരു 5 സബ്ജക്ട്സുകളും നമ്മൾ എഴുതുമ്പോൾ ഈ വർഷം ഏതെല്ലാം വന്നിട്ടുണ്ടെന്ന് ഓൺലൈൻ മോഡാണ് നമുക്ക് CBT കമ്പ്യൂട്ടർ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് തന്നെ നടത്താൻ പോകുന്നത്. അപ്പോൾ 60 മിനിറ്റ് വീതമാണ് ഓരോ പരീക്ഷയും നടക്കാൻ പോകുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ജനറൽ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇതിനകത്ത് നമ്മൾ 2 തരത്തിൽ മാപ്പിംഗ് നടത്താം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണോ താല്പര്യപ്പെടുന്നത് ആ യൂണിവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നീട് അവിടുത്തെ കോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാപ്പ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി പ്രോഗ്രാം ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് മാപ്പിംഗ് ചെയ്യുക. ഇങ്ങനെ 2 തരത്തിൽ നിങ്ങൾക്ക് ഈ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഈ രണ്ടിൽ ഏത് വഴി വേണമെങ്കിൽ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഇതിനകത്ത് എത്ര യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി എന്നുള്ളത് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ഡീംഡ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിലെല്ലാ സ്ഥാപനങ്ങളും, അതായത് ഓരോ കാറ്റഗറിക്കകത്തും കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെ നല്ല കാറ്റഗറിയിൽ വരുന്ന വളരെ പ്രീമിയം ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ള ആൻസറാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് വ്യത്യസ്തമായ കോഴ്സുകൾ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്ന നല്ല ഫാക്കൽറ്റീസ് ഉള്ള നല്ലതുപോലെ നമുക്കൊരു എക്സ്പോഷേഴ്സ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതിനകത്ത് കിടക്കുന്ന ഡീം പ്രൈവറ്റ് കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ അവരുടെ CUT 3യും അവർ അഡ്മിഷൻസ് എടുക്കും എന്ന് വെച്ച് CUT സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ അഡ്മിഷൻ എടുക്കുള്ളൂ എന്നൊന്നുമില്ല. അവർ മറ്റു പലതരത്തിലുള്ള രീതികളും അവർ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിനകത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കാറ്റഗറിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ നിർബന്ധമായും നോക്കി വെക്കണം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ തന്നെ നമുക്ക് അർദ്ധ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ കൗൺസിലിംഗ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന ISAID കിടക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് BSc അഗ്രികൾച്ചർ മാത്രമല്ല ഉള്ളത്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, സെറികൾച്ചർ ഉണ്ട്, അങ്ങനെ ഒത്തിരി കോഴ്സുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ 13 കോഴ്സുകളിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കോഴ്സുകളിൽ അഡ്മിഷൻ പണ്ട് ICARന് സെപ്പറേറ്റ് പരീക്ഷ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല. NTA നടത്തുന്ന CUT പരീക്ഷ സ്കോർ ഉപയോഗിച്ചിട്ടാണ് ICAR ഈ ഒരു അഡ്മിഷൻ നൽകുന്നത്. അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരും ഈ ഓൾ ഇന്ത്യ തലത്തിലുള്ള അഗ്രികൾച്ചറൽ സീറ്റ് ലക്ഷ്യമിടുന്ന കുട്ടികൾ CUT എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് മാപ്പിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. മാപ്പിംഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 2 മെത്തേഡാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒത്തിരി യൂണിവേഴ്സിറ്റീസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അലിഗഡ് മുസ്ലിം